നമ്മുടെ ചാനലിലെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം എങ്ങോട്ടാണ് ഈ രാവിലെ കെട്ടിപ്പറക്കി പോകുന്നതെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ഇന്നൊരു നിശ്ചയമുണ്ട് ഗൈസ്. അപ്പം എന്താണ് നിശ്ചയത്തിന് ഈ കൊലത്തിൽ പോകുന്നതെന്ന് ചോദിച്ചാൽ മൺട്രോത്രത്തിലാണ് നമ്മുടെ നിശ്ചയം പരിപാടി. അപ്പം അവിടെ ചെന്ന് മേക്കപ്പ് ഒക്കെ ഇടാന്ന് കരുതി ഞാനും ഏട്ടനും രാവിലെ നമ്മുടെ പുരിക്ക് വീട്ടിൽ നിന്ന് അങ്ങോട്ട് പോവുകയാണ്. ഇതോടെ നമ്മുടെ ഉടുപ്പൊക്കെ അവിടെ വണ്ടിയിൽ തൂക്കിയിട്ടോടാണ് ഞങ്ങൾ പോകുന്നത്. ഇനി ചേച്ചിയുടെ അങ്ങ് ചെല്ലണം, അവിടെ ചെന്ന് സെറ്റായി റെഡി ആയിട്ട് വേണം പോകാൻ. അപ്പം നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഉടുപ്പ്, അടിപൊളിയല്ലേ? എനിക്ക് ഇങ്ങനത്തെ ആ ഒരു ചുരിദാർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞോണി അവിടെ സൈഡിൽ കിടന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇനി ഒരുങ്ങണം. അപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് മേക്കപ്പ് ഒക്കെ ഇട്ടു, ഒന്നുമില്ല, പൗഡറും പൊട്ടും കണ്ണെഴുതി ലിപ്സ്റ്റിക് ഇട്ട്. പിന്നെ ഇന്നത്തെ പ്രധാന ഹൈലൈറ്റ് ഇതാ ഈ ഒരു ജിമുക്കയാണ്. ഇത് അനുചേച്ചിയുടെ ജിമുക്കയാണ് കേട്ടോ, ചേച്ചിക്ക് കല്യാണത്തിന് മേടിച്ച ജിമുക്കയാണ്. അപ്പം ഞാൻ അതൊക്കെ നൈസിനിങ്ങി പൊക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ടുകൊണ്ടാണ് നമ്മളിന്ന് കല്യാണത്തിന് പോകുന്നത്. നോ നിശ്ചയത്തിന് പോകുന്നത്. അപ്പം ഞാനും ഏട്ടനും അടിപൊളിയായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പെട്ടെന്ന് പോകണം. തൊട്ടടുത്ത് തന്നെയാണ്, ചേച്ചിയുടെ വീടിൻ്റെ തൊട്ടടുത്താണ് മുളച്ചത്ര അമ്പലം. അവിടെ വെച്ചാണ് നമ്മുടെ നിശ്ചയം. അപ്പം നമ്മുടെ നിശ്ചയം ആരുടെയാണെന്നൊക്കെ ഞാൻ വഴിയെ പറയാം കേട്ടോ. അപ്പം നമ്മളിതാണ്ട് എത്തിയിട്ടുണ്ട്. ഓൾറെഡി അവിടെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ആരുടെയാണ് നിശ്ചയം എന്ന് ചോദിച്ചാൽ ഞാനും ഏട്ടനും നമ്മുടെ കുണ്ടറ PSC കോച്ചിങ്ങിന് ഒരുമിച്ച് പഠിച്ചതാണ്. അപ്പം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരാണ് ഈ കാണുന്ന എല്ലാവരും. അപ്പു ഉണ്ട്, ശരണ ചേച്ചിയുണ്ട്, രാധിക ചേച്ചിയുണ്ട്, ശ്രീലക്ഷ്മിയുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പഠിച്ചതാണ്. അതിൻ്റെ കൂടെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന അണ്ണനാണ് മനുവണ്ണൻ. അപ്പം മനുവണ്ണൻ്റെ എൻഗേജ്മെൻ്റ് ആയിരുന്നു അന്ന്. അപ്പം ഇതാണ് നമ്മുടെ ക്യൂട്ട് ലിറ്റിൽ പെയേഴ്സ് എന്ന് പറയുന്നത്. നല്ല അടിപൊളിയായിട്ടില്ല. ഇതാണ് നമ്മുടെ മനുവണ്ണനും ആതിരക്കുട്ടിയും. അവരുടെ വീഡിയോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് ഗൈസ്. അവരറിയുന്നില്ല വീഡിയോ എടുക്കുവാന്ന്, ഫോട്ടോ എടുക്കുവാന്ന് കരുതി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവരാണ് നമ്മളുടെ ഇന്നത്തെ താരങ്ങൾ. അപ്പം ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കുണ്ടറ ബ്രൈറ്റിൽ ഒരുമിച്ച് ഞങ്ങൾ PSCക്ക് പഠിച്ചതാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞങ്ങളെല്ലാം ഇങ്ങനെ ഒരുമിച്ചൊന്ന് കാണുന്നത്. അപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും ടച്ചുണ്ട്, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാറും മെസ്സേജ് അയക്കാറും ഒക്കെ ഉണ്ട്. പക്ഷെ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഇങ്ങനെ അടുത്ത് കാണുന്നത്. അപ്പോൾ അന്ന് ഞങ്ങൾക്കൊരു ഫോട്ടോഷൂട്ട് ഡേ തന്നെ ആയിരുന്നു കേട്ടോ. എല്ലാവരും ഒരുങ്ങി കിട്ടിയൊക്കെ വന്നതുകൊണ്ട് ഞങ്ങൾ തിരിഞ്ഞും മറിഞ്ഞും ഫോണിലൊക്കെ ഫോട്ടോ എടുക്കാമായിരുന്നു. ആ ടൈമിൽ ഞാൻ S24 അൾട്രയും ഈ ഫ്രണ്ട് വരുന്ന അപ്പു ഐഫോണും ഒക്കെ എടുത്ത ടൈമായിരുന്നു. അതുകൊണ്ട് ഞങ്ങളെല്ലാം ഞങ്ങളുടെ ഫോണുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറഞ്ചും പുറഞ്ഞും ഫോട്ടോ ഒക്കെ എടുക്കുമായിരുന്നു. അങ്ങനെ ഫോട്ടോ എടുത്ത് എൻ്റെ കയ്യിൽ കിടന്ന വള വരെ ഊരി മേടിച്ചത് ഒരുത്തി ഫോട്ടോ എടുക്കാൻ പോകുന്നുണ്ടോ, അവളുടെ സാരിക്കും മാച്ചിങ് എൻ്റെ വളയാണെന്നും പറഞ്ഞ് അവൾ ഊരി മേടിച്ച് എന്നെ കൊണ്ട് ഫോട്ടോയൊക്കെ എടുപ്പിച്ചു. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഫോട്ടോഗ്രാഫറിൻ്റെ കയ്യിൽ ഞാൻ ഫോട്ടോ ചെക്കൊക്കെ നടത്തുന്നുണ്ടായിരുന്നു, നല്ലതാണെന്നൊക്കെ. അതൊക്കെ ഞാൻ ആ ടൈമിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇൻസ്റ്റയിലൊക്കെ. പിന്നെ ഏട്ടനെ പിടിച്ച് നിർത്തി നമുക്കൊരു സേവ് ദ ഡേറ്റ് ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഏട്ടനെ പിടിച്ച് നിർത്തി കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. എൻ്റെ വള വെച്ച് ഷൈൻ ചെയ്യുന്ന ശ്രീലക്ഷ്മിയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോട്ടെ, കൂട്ടുകാരിയായി പോയില്ലേ. അങ്ങനെ ഞങ്ങളുടെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കിഡിലും ഒരു സദ്യയൊക്കെ കഴിച്ചു. ശ്രീലക്ഷ്മി ഹായ് ഒക്കെ പറയുന്നുണ്ട്. ഏട്ടൻ എന്തെന്ന് ചോദിച്ചാൽ സൈഡിൽ ഇരുന്ന് വെട്ടി വിഴുങ്ങുന്നുണ്ട് ഗൈസ്. എന്നെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അങ്ങനെ സദ്യയൊക്കെ കഴിച്ച് വെയിറ്റ് ചെയ്തപ്പോൾ നമ്മുടെ ചെറുക്കനും പെണ്ണും ഫ്രീ ഒക്കെ ആയിട്ടുണ്ട്. മനുവണ്ണം കാര്യമായി എന്തോ തള്ളുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല. അങ്ങനെ നമ്മുടെ നിശ്ചയം കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു. ഞാൻ നേരെ ചേച്ചിയുടെ അങ്ങ് പോയിരുന്നു. ഏട്ടനന്ന് ക്രിക്കറ്റ് കളി ഉണ്ടായതുകൊണ്ട് അപ്പുവിൻ്റെ കൂടെ നേരെ പൊരിക്കൽ പോയി. ഞാൻ പിന്നെ ചേച്ചിയുടെ അങ്ങ് കയറി വീട്ടിലൊക്കെ കയറി വൈകിട്ടാണ് പോയത്. കാരണം എനിക്ക് വീട്ടിൽ വന്നാൽ മെയിനായിട്ട് വേണ്ടൊരു സാധനമാണ് കറിവേപ്പില. ഇപ്പോൾ വീട്ടിൽ അത്യാവശ്യം കറിവേപ്പിൻ്റെ മരമൊക്കെ ഉണ്ട്. അതുകൊണ്ട് അമ്മ കുറേ കറിവേപ്പിലയൊക്കെ പൊട്ടിച്ചു തന്നു. പിന്നെ കുറച്ച് മല്ലിയിലയൊക്കെ വേണമായിരുന്നു. ഇതൊക്കെ അമ്മ തന്നെ കൃഷി ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വലിയ പാടൊന്നുമില്ല. ഇതെല്ലാം വീട്ടിൽ ചെന്ന് ഇസ്കിക്കൊണ്ട് പോരുന്നാൽ മതി. അച്ഛൻ TV ഒക്കെ കണ്ടുകൊണ്ട് അവിടെ ഇരിപ്പുണ്ട്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ അച്ഛൻ്റെ അടുത്ത് ഹായ് ഒക്കെ പറഞ്ഞ് ടാറ്റയൊക്കെ പറഞ്ഞ് ഒരു ഉമ്മയൊക്കെ കൊടുത്ത് ഞാൻ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങി. കാരണം അന്ന് നല്ല മഴക്കോളുള്ള ദിവസമായിരുന്നു. പറഞ്ഞതുപോലെ തന്നെ ഞാൻ വഴി പെട്ടുപോയി ഗൈസ്. ഏട്ടൻ്റെ കൂടെ വീട്ടിൽ പോയാൽ മതിയായിരുന്നു തോന്നി. കാരണം ചറപറ പെരുമഴയായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇരുട്ടത്ത് വണ്ടി ഓടിക്കേണ്ടി വന്നത്. അന്ന് ഞാൻ വീട്ടിൽ എത്തിയപ്പോൾ 6:30 എന്തോ ആയിട്ടുണ്ടായിരുന്നു. മഴയത്ത് ഭയങ്കരമായിട്ട് പെട്ടുപോയൊരു ദിവസമായിരുന്നു. എങ്കിലും അടിപൊളിയൊരു ദിവസമായിരുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റ.